കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ട അധികാര സ്ഥാനങ്ങൾ അത് ഒന്ന് KPCC പ്രസിഡന്റാണ്, രണ്ട് UDF കൺവീനറാണ്, മൂന്ന് പ്രതിപക്ഷ നേതാവ് അതല്ലെങ്കിൽ മുഖ്യമന്ത്രി. ഇവരെല്ലാവരും ഒന്നിച്ചു പോയാൽ കോൺഗ്രസ് ശക്തിപ്പെടും എന്ന് പറയും കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും. പക്ഷേ അത് സാധിക്കാറില്ല. മിക്കവാറും വർഷങ്ങളിൽ ഇവർ മൂന്ന് പേരും മൂന്ന് വഴിക്ക് സഞ്ചരിക്കുന്ന കാഴ്ചയാണ് കാണാറുള്ളത്. എന്നാൽ മുഖ്യമന്ത്രിയും KPCC പ്രസിഡന്റും ഒന്നിച്ചു പോയ ഒരു കാലമുണ്ടായിരുന്നു. അത് രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റായിരിക്കുന്ന കാലത്താണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെറിയ തോതിൽ. പക്ഷേ പരസ്യമായി വിഴുപ്പലക്കാതെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന അവസ്ഥ അന്നുണ്ടായിരുന്നു എന്നത് അന്ന് തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരായിരുന്നവർ ഇപ്പോഴും പറയും, രാഷ്ട്രീയ നിരീക്ഷകരും പറയും. രമേശ് ചെന്നിത്തലയ്ക്ക് ശേഷം രമേശ് ചെന്നിത്തല കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം KPCC പ്രസിഡന്റായി വന്ന VM സുധീരനും സർക്കാരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടൽ ഒരുപക്ഷെ ഉമ്മൻചാണ്ടി സർക്കാർ UDF തന്നെ പരാജയപ്പെട്ടു പോകാൻ കാരണം ഈ തർക്കമാണ് എന്നത് ഒരു വസ്തുതയാണ്. ബാർ വിഷയത്തിലുണ്ടായ ഏറ്റുമുട്ടലൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇന്ന് അത് ഓർക്കാൻ കാരണം കോൺഗ്രസ് ഇപ്പോൾ പൊട്ടിത്തെറിയുടെ വക്കിലാണ്. പൊട്ടിത്തെറിയുടെ വക്കിൽ എന്ന് പറയാൻ കഴിയില്ല, പൊട്ടിത്തെറി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയാം. കാരണം K മുരളീധരൻ അവസാനമായി കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. എന്തുകൊണ്ടാണ് അത്തരമൊരു പൊട്ടിത്തെറിയിലേക്ക് കോൺഗ്രസ് വന്നത്? കോൺഗ്രസിലെ ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന നേതാക്കൾ, UDF കൺവീനർ, KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ് എന്നിവർ കൂടിയാലോചിച്ച് ഒന്നിച്ച് മുന്നോട്ട് പോകുന്നില്ല എന്നത് തന്നെയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കോൺഗ്രസ് ഭാരവാഹി പട്ടിക പുറത്തു വന്നത്. പ്രതിപക്ഷ നേതാവിന് യോജിപ്പില്ല. അദ്ദേഹം അറിയാതെയാണ് ഈ പട്ടിക തയ്യാറാക്കിയത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ആരാകുമെന്ന് കൃത്യമായ സൂചന നൽകി. പക്ഷേ അദ്ദേഹം ഉദ്ദേശിച്ച ആളെ KPCCയുടെ പ്രസിഡന്റാക്കിയില്ല, പൂർണ്ണമായും വെട്ടിക്കളഞ്ഞു. അതോടൊപ്പം UDF കൺവീനറുണ്ട്. UDF 4 വഴിക്കാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനെ ഏകോപിപ്പിക്കാൻ UDF കൺവീനർക്ക് കഴിയുന്നില്ല എന്നത് UDFനെ സംബന്ധിച്ചും വലിയ പരാജയമാണ്. പിന്നീടുള്ളത് KPCC പ്രസിഡന്റാണ്. അതിദയനീയം എന്നേ പറയാനുള്ളൂ. കോൺഗ്രസിനെ സെമി കേഡറാക്കാൻ ഒരുങ്ങി പുറപ്പെട്ടവരായിരുന്നു K സുധാകരനും VD സതീശനും. കുറച്ചെങ്കിലും CPMനെ പോലെ അടിമുതൽ മുടി വരെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന സംഘടനാ സംവിധാനം രൂപപ്പെടുത്തിയെടുക്കണം. അതായിരുന്നു K സുധാകരൻ്റെയും VD സതീശൻ്റെയും ലക്ഷ്യം ആദ്യഘട്ടത്തിൽ. പിന്നീട് അവർ രണ്ടുപേരും രണ്ടു വഴിക്ക് പോയി. എല്ലാം തകർന്ന് തരിപ്പണമായി. ഇപ്പോഴിതാ സണ്ണി ജോസഫ് വന്നു. സണ്ണി ജോസഫിന് കോൺഗ്രസിനെ നയിക്കാൻ കഴിയുന്നില്ല എന്നത് ഒരു വസ്തുതയാണ്. അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോഴത്തെ പട്ടിക, ജംബോ പട്ടിക. കാരണം ജംബോ പട്ടിക തയ്യാറാക്കിയത് തന്നെ എല്ലാവരെയും ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. എല്ലാവരെയും ഭാരവാഹികളാക്കുക, നേതാക്കൾ മുഴുവൻ ഭാരവാഹികളായി മാറുക. അങ്ങനെയൊരു പാർട്ടി ലോകത്തുണ്ടാകുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്ന് വെച്ചാൽ സമ്പൂർണ്ണ പരാജയമാണ് KPCC പ്രസിഡന്റും. പിന്നെ ആര് നയിക്കും? അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞ പോലെ KPCC പ്രസിഡന്റായിരുന്ന ഘട്ടത്തിൽ കോൺഗ്രസിനെയും സർക്കാരിനെയും ഒരേ ചരൽ കോർത്ത മുത്തുമണികളെ പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞ KPCC പ്രസിഡന്റായിരുന്ന രമേശ് ചെന്നിത്തല, അദ്ദേഹത്തിന് മാത്രമേ ഇന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിനെ രക്ഷപ്പെടുത്താൻ കഴിയുകയുള്ളൂ. UDFന്റെ ഘടകകക്ഷികൾക്കും അതേ അഭിപ്രായമാണ്. ഏത് ഘടകകക്ഷി നേതാവിനോട് ചോദിച്ചാലും രമേശ് ചെന്നിത്തല നേതൃത്വത്തിലേക്ക് വന്നാൽ ഒരു പരിധിവരെ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയും എന്ന് പറയുന്നു. അതിനവർ പറയുന്ന കാരണങ്ങളുമുണ്ട്. എല്ലാ സാമൂഹ്യ ഘടകങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവാണ് രമേശ് ചെന്നിത്തല. മുസ്ലിം ലീഗ് രമേശ് ചെന്നിത്തലയാണ് ഏറ്റവും കൂടുതൽ പിന്തുണക്കുക. NSS രമേശ് ചെന്നിത്തല വന്നാൽ NSSന് സന്തോഷമാണ്. SNDPക്ക് രമേശ് ചെന്നിത്തലയോട് അത്ര എതിർപ്പില്ല. എന്തിനേറെ പറയുന്നു, കേരളത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾ മുതൽ ഏറ്റവും ഉയർന്ന NSS അതുപോലുള്ള സംഘടനകൾ വരെ ഒരേപോലെ പിന്തുണക്കുന്ന നേതാവാണ് രമേശ് ചെന്നിത്തല. അതോടൊപ്പം തന്നെ UDFലെ വിവിധ ഘടകകക്ഷികളും രമേശ് ചെന്നിത്തലയുടെ പിന്നിൽ അണിനിരക്കും. കാരണം എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകാൻ ചെന്നിത്തലക്ക് കഴിയും എന്നതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് കോൺഗ്രസിനകത്ത് പുതിയ മുദ്രാവാക്യം ഉയരുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസിനകത്ത് പുതിയ
ആവശ്യമുയരുന്നത് രമേശ് ചെന്നിത്തലയെ വിളിക്കൂ, കേരളത്തിലെ കോൺഗ്രസിനെ രക്ഷിക്കൂ എന്ന്. കേരളത്തിലെ കോൺഗ്രസിന് രക്ഷപ്പെടണമെങ്കിൽ സംശയമേയില്ല, അത് രമേശ് ചെന്നിത്തലയിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ. അത് KPCC പ്രസിഡന്റ് ആയാലും പ്രതിപക്ഷ നേതാവായാലും അതിനു മുകളിൽ ഏത് സ്ഥാനത്ത് വന്നാലും ശരി, രമേശ് ചെന്നിത്തല കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃനിരയിലേക്ക് സജീവമായി വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിൽ ഇന്നുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാൻ കഴിയും എന്ന് പറയുന്നത് കോൺഗ്രസിലെ പ്രവർത്തകരാണ്, പ്രധാനപ്പെട്ട നേതാക്കളാണ്.